പണ്ടത്തെ ലുക്ക് അല്ലേ? പക്ഷെ അതായിരുന്നു എൻട്രി അറിയോ. ഓ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്, ഇന്നലെ നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സംഭവമൊക്കെ ഗസ് ചെയ്യാൻ പറഞ്ഞിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്ന മൂവി നമുക്ക് സജഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. അത് മാത്രമല്ല ഇതിന് ഭയങ്കര ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ശരിക്കും നമ്മൾ ഇതൊരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് തരണം നമ്മുടെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് കംപ്ലീറ്റ്ലി പറയാഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ് മൂവി എന്നുള്ളത് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും നമ്മുടെ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഗസ് ചെയ്തൊക്കെ വേറെ മൂവീസ് ആണ്. നമ്മൾ ശരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്ന മൂവീസ് തന്നെയാണ്. പക്ഷെ അതല്ല നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ കിച്ച സുദീപിന്റെ ഹച്ച മൂവിയാണ്. കിച്ച സുദീപിന്റെ ഹച്ച മൂവി. ഹച്ച മീൻസ് മാഡ് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. നമ്മൾ നോക്കി മനസ്സിലായത്. ഇതിനെ പറ്റിയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ സംഭവം അത് പടം 2001 ഇറങ്ങിയ സിനിമ കേട്ടോ. കന്നഡ ലാംഗ്വേജ് റൊമാൻറ്റിക് ആക്ഷൻ ഡ്രാമ ഫിലിം. ഓം പ്രകാശ് റാവു ആണ് ഡയറക്ടർ. സ്റ്റാറിംഗ് സുദീപ് ആൻഡ് രേഖ വേദവ്യാസ്. The film is a remake of 1999 തമിഴ് ഫിലിം സേതു മൂവിനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പടം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു വിക്രമിന് ചെയ്യാന്നുള്ള പേര് കൊടുത്ത ഒരു മൂവിയും കൂടിയാണ് സേതു എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ച സുദീപിന് കിച്ച എന്ന പേര് കൊടുത്ത മൂവിയും കൂടിയാണ് ശരിക്കും. യെസ്, അതായത് ഈ സിനിമയിലെ ക്യാരക്ടർ നെയിം സച്ചിദാനന്ദൻ എന്നാണ് ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ സച്ചിദാനന്ദനെ ഷോർട്ട് ആയിട്ട് കിച്ച എന്നാണ് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ അദ്ദേഹത്തിന് ഒരു നല്ലൊരു ടൈം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് എനിക്ക് തോന്നുന്നു ചെറുതായിട്ടൊന്ന് ഡൗൺ ആയി. ശേഷം ഉയർത്തെഴുന്നേറ്റ ഒരു മൂവിയും കൂടിയാണ് എന്നാണ് ഇവർ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. പടത്തിന് നല്ല പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ സുദീപിന് നല്ലൊരു കാലം കൂടി തുടങ്ങി. അത് മാത്രമല്ല earlier the script was rejected by ഉപേന്ദ്ര and ശിവരാജ് കുമാർ. രണ്ടുപേർക്കും പോവും അല്ലേ? കാരണം ഏകദേശം ഇവര് 3 പേരെന്ന് പറയുന്നത് എവിടെയൊക്കെയല്ലോ ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ച് ഉപേന്ദ്രയും കിച്ച സുദീപ് ഇവർ രണ്ടുപേരും ഭയങ്കര എനിക്ക് ചിലപ്പോ മാറിപ്പോവാറുണ്ട്. ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ, ഇവര് 3 പേരും ഒരുമിച്ച് ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇറങ്ങിയ കപ്സയില് 3 പേരുണ്ട്. ശിവരാജ് കുമാർ, അതായത് ശിവണ്ണ അതിന്റെ അകത്ത് ഗസ്റ്റ് അപ്പിയറൻസിലാണ് വരുന്നത്. ഞാനും കണ്ടിട്ടൊന്നുമില്ല പടം. അതിന്റെ അകത്ത് ഗസ്റ്റ് അപ്പിയറൻസിലാണ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിലറിന്റെ അകത്ത് നമുക്കറിയാം അതിന്റെ അകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് കാണിച്ചത് ഉപേന്ദ്രനെയും കിച്ച സുദീപിനെയാണ്. ആൻഡ് ഈ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ പേഴ്സണലി കിച്ച സുദീപിന്റെ ഒരു മൂവിയും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇൻക്ലൂഡിങ് ഈഗ. ചിലർക്ക് ഈഗയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, പക്ഷെ ഈഗ ഞാൻ മൂവി കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവിയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഉപേന്ദ്രയുടെ വേറെ പടമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതാണ് വേറെ കാര്യം. അപ്പൊ ഉപേന്ദ്ര സാറിന്റെ നമ്മള് ഡയറക്ഷൻ ചെയ്ത പടം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഈ സിനിമയിൽ എന്താണ് പറയാൻ പോകുന്നത്. ഹച്ച പക്ഷെ കിച്ച എന്ന് പേരെങ്കിലും ഹച്ച എന്നുള്ള സംഭവം മീനിങ് മാഡ് അല്ലേ? അപ്പം എന്താണ്, അത് മാത്രമല്ല റൊമാൻറ്റിക് ആക്ഷൻ ഡ്രാമ ഫിലിം എന്നാണ് പറഞ്ഞേക്കുന്നത്. മറ്റേത് വേറെ സ്റ്റൈലിലാണ് ട്രാജഡി എന്നാണ് സേതു പറയുന്നത്. പക്ഷെ ഇതിനകത്ത് വന്ന സമയത്ത് റൊമാൻറ്റിക് ആക്ഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ഡ്രാമ എന്താ സംഭവം എന്നറിയില്ല. ഇനി എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? കാരണം ഓഡിയൻസ് 2001 ഇറങ്ങിയ പടം, 2001 പടം 99 ആക്ച്വൽ സേതു ഇറങ്ങിയത്. അപ്പൊ എന്തൊക്കെയാണ് മാറ്റം എന്നുള്ള സേതു കണ്ടെങ്കിലേ നമുക്ക് മാറ്റം മനസ്സിലാവുള്ളൂ. നമ്മള് 2 പടവും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സേതുവിന്റെ സജഷൻ വരാറുണ്ട്. നമ്മുടെ എൻജോയ്ക്ക് ചാനലൊക്കെ വരാറുണ്ട് സേതു ചെയ്യാനായിട്ട്. അപ്പൊ എന്തായാലും ഒക്കെ കാണാം എന്താ സംഭവം എന്നുള്ളത്. ഫസ്റ്റ് സീനിലേക്ക് പോവാം. എന്തെങ്കിലും കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് പറയാം. ഇതിനകത്ത് പറയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോ, അവരുടെ അനുഭവങ്ങളൊക്കെ. കന്നഡയിൽ ഹച്ചാണല്ലോ. നല്ല പേരല്ലേ? ನಮ್ಮ ಕಾರ್ಯಕ್ರಮ ಈ ವರ್ಷದ ಪ್ರೆಸಿಡೆಂಟ್ ಎಲೆಕ್ಷನ್ಗಾಗಿ ನಿಂತಿದ್ದಾರೆ. ನಮ್ಮ ನಿಮ್ಮೆಲ್ಲರ ಪ್ರೀತಿಯ ಕರೋಡಿ ಪರ್ಕಿಗಳ ಪರ್ಕೆ ಲೋಫರ್ಗಳ ಲೋಫರ್ ರೌಡಿಗಳ ರೌಡಿ ನಮ್ಮ ನಿಮ್ಮ ಪ್ರೀತಿಯ ಕಿಚ್ಚನಿಗೆ ವೋಟ್ ಹಾಕೋ ದಿಮರಂಗ. എലക്ഷൻ ആണ് ഒരു റൗഡി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പട്ടകത്തി മുണ്ടാളു മടസിംഗ. എല്ലാ കാര്യത്തിലും അടിപൊളിയാണെന്നാ പറഞ്ഞത്. റൗഡിയാണ് എല്ലാം. വോട്ട് ഹാക്ക് ആ ഒരു പഴയ വൈബല്ലേ ശരിക്കും. എല്ലാരടുത്തും പറയാണ്. മറ്റേതുപോലെ എലക്ഷൻ സോങ് പോലെ.
ಸಾಹಿತ್ಯ ಅಂತ ಎಲ್ಲರೂ ಬೇಡಿಕೆಗಳನ್ನು ಮುಂದಿಟ್ಟಿದ್ದಾರೆ. ಅವರಿಗೆ ನಾನೊಂದು ಮಾತನ್ನು ಹೇಳಲು ಇಚ್ಛಿಸುತ್ತೇನೆ, ಆಸೆ ಪಡುತ್ತೇನೆ. ಆಯ್ತು, ಕೊದ್ದಿ ತರ ಮಾತಾಡ್ಬೇಡ. ಮಾಡಿದೀನಿ ಬಿಟ್ಟಾಕೋ, ಮುಂದೆ ಏನ್ ಮಾಡ್ತೀಯ ಅದನ್ನೆಲ್ಲ ಗೂಬೆ. പാട്ടിന്റെ സ്റ്റൈലേ ഉണ്ടായിരുന്നോ? നമ്മളെ മറ്റേ പടത്തിലെ പോലെ ഇല്ലേ ഇപ്പോഴത്തെ പുതിയ ഭീമ 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 ആ സോങ് ഒക്കെ അതുപോലത്തെ ഒട്ടുതാ ഒട്ടുതാന്നാ പറയാ. കിച്ചക്ക് വോട്ട് ചെയ്യാൻ നാളെ മഹാരാജനും ഓ ഏകദേശം ഈ സിനിമ ഭയങ്കര ഇതുപോലെ സ്റ്റോറി സ്ക്രീൻ പ്ലേ ബാല. രാജേഷ് രാമനാണ് കേട്ടോ മ്യൂസിക് ഡയറക്ടർ. വോട്ട് ഫോർ കിച്ച. സച്ചിദാനന്ദ ബികോം. സച്ചിദാനന്ദാണ് പേര്. അതാണ് കിച്ച വന്നത്. സച്ചി ഇച്ച കിച്ച. ഓ എലക്ഷന്റെ റിസൾട്ട് ആണോ? ആ അതെ അതെ അതെ. മറ്റേ ഇതാണോ പഞ്ചായത്ത് അങ്ങനെ എന്തെങ്കിലും ആണോ എലക്ഷൻ? ഓ എല്ലാരും ജയിച്ചിട്ട് ഇതാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ആഘോഷിക്കാൻ. എല്ലാരും ടെൻഷനില്. ಕೌಂಟಿಂಗ್ ಎಲ್ಲ ಕರೆಕ್ಟ್ ಆಗಿದೆ ತಾನೆ? ಓಕೆ ಮಿಸ್ಟರ್ ಮನೇಲಿ ನಿಮ್ ಸಚ್ಚಿದಾನಂದ ವಿನ್ ಆಗಿದ್ದಾರೆ. ಥ್ಯಾಂಕ್ ಯು ಸರ್. ഓ വിന്നായി. നിം സച്ചിദാനന്ദ വിൻ ಆಗಿದ್ದಾರೆ. കോളേജിന്റെ ഒന്നല്ലല്ലോ കാണിച്ചത്. അല്ലല്ലോ അല്ല. ഓ പണ്ടത്തെ ലുക്ക് അല്ലേ? പക്ഷെ അതായിരുന്നു എൻട്രി അറിയോ? ഓ പക്ഷെ നല്ല ഇതാട്ടോ ലുക്ക് നല്ല രസമുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ആ ലുക്കല്ലേ കാണുന്നില്ലേ കൂടുതൽ. ഇപ്പൊ ഭയങ്കര ടെറർ സാധനല്ലേ? പ്രത്യേകിച്ച് പോലെ ബിഗ് ബോസിൽ ആളില്ലേ ആങ്കർ. ബാഹുബലിയിൽ കണ്ടിട്ടില്ലേ ചെറിയ റോള്? മറ്റേ പാട്ടിന്റെ കണ്ടിന്യൂഷൻ ആണ് സ്റ്റാർട്ടിങ്ങിലത്തെ. അറിയില്ല. ആ സമയത്ത് ഏകദേശം ഒരു വൈബില്ലേ ആ 2001 കാലഘട്ടത്തിലെ സെലിബ്രേഷൻ. സ്വകരാണ് ഇനി ഫസ്റ്റ്. ಏನು ಯಾಕ ಹಾಕೊಂಡ್ ಕೊಡು. മറ്റേന്റെ വീട്ടല്ലേ ഏകദേശം തന്നെ. ക്യാമ്പസ് പോലെയില്ലേ? ക്യാമ്പസ് ബികോമൊക്കെ എഴുതിയില്ലായിരുന്നോ? റൗഡികളിൽ റൗഡി എന്നൊക്കെ. ഫീൽ ഈ ട്യൂണല്ലേ? കോളേജ് സ്റ്റുഡന്റ് ആയിട്ടാണ് ശരിക്കും
ബികോം എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 20 വർഷത്തിന്റെ ആ ഒരു ഇതാണ്. വളരെ ശരി. ഇദ്ദേഹം നന്നായിട്ട് ഡാൻസ് ചിലപ്പോ നമ്മൾ ഡാൻസ് കളിക്കുന്ന ആളെന്നെ ആയിരിക്കും. ഈ ഇതല്ലേ ഇപ്പുറത്തിരിക്കുന്ന ഈ ക്യാരക്ടർ അറിയില്ല. ഇടക്കിടക്ക് ആൾക്ക് സന്തോഷം ഉണ്ടായിരുന്നു ജീഷ് എന്ന് പറഞ്ഞപ്പോ. പക്ഷെ ഈ ട്യൂൺ എവിടെ കേട്ടാറുണ്ട് അല്ലേ? ആ ക്യാരക്ടർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഓവർ സൈസ് ഷർട്ടൊക്കെ ആ സമയത്ത് കുറച്ച് ട്രെൻഡ് ആയിരുന്നില്ലേ? ഇതുപോലെ മെജസ്റ്റിക് ആയിരുന്നു അല്ലെ സ്റ്റാർട്ടിംഗിൽ സോങ് ഉള്ളത്? ഡിവോഴ്സിന്റെ കാണിച്ച സമയം തൊട്ട് ഇപ്പൊ തൊട്ട് ഫുള്ള് പുകച്ചോണ്ടിരിക്കുകയാണ്. ആ ഒരു ബീറ്റ് നല്ല രസമുണ്ട് കേൾക്കാൻ രസം. ആ ഒരു കോളേജ് സെലിബ്രേഷൻ തന്നെ കേട്ടോ സംഭവം. അതെ, രക്ഷ കഴിഞ്ഞിട്ടുള്ള ആ ഒരു വിന്നിംഗ് മൊമെന്റ്. ഓ, സെലിബ്രേഷന് ശേഷമുള്ള നിങ്ങളൊരു സീന്. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ഉണ്ടാവില്ലേ? ഇങ്ങനല്ലേ മറ്റേ പുറത്തുനിന്ന് നേരത്തെ കാണിച്ചത് മറ്റേ ഷോട്ട്?